വെക്കേഷൻ ടൈമിൽ നമുക്ക് സിനിമയിലൊക്കെ കാണത്തില്ല, മറ്റേ ടോം ആൻഡ് ജെറിയുടെ ഒക്കെ കോസ്റ്റ്യൂം അത് ഇടാം. എന്നിട്ട് ആളുകൾ കയറി അപ്പൊ നമ്മള് ഹലോ ഹായ് കുറെ പേരുകളിലേക്ക് എത്താന്ന് പറഞ്ഞു. കുറെ പേരുകൾ ഇത് പറ്റൂല ഇത് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് എക്സലന്റ് ട്യൂഷൻ സെന്റർ അത് എനിക്ക് ഓർമ്മയില്ല. യൂണിവേഴ്സൽ ബ്രില്യൻ. അന്ന് വെറുതെ ഒന്നിരുന്ന് സംസാരിച്ചെടുത്തൊരു പേര് ഇന്ന് എല്ലാ മീഡിയയിലും ഒരു വട്ടമെങ്കിലും സ്മാർട്ടപ്പിന്റെ പേര് പറഞ്ഞു. ആ ഒരു രീതിയിലേക്ക് നമ്മൾ സ്മാർട്ടപ്പിന്റെ ജേർണി എത്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 18 വയസ്സിലാണ്, അതായത് +2 കഴിയുമ്പോൾ. അപ്പൊ +2 കഴിയുമ്പോൾ സാധാരണ കോളേജിലേക്കുള്ള ഒരു വൈബാണ് അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ച് വലിയ ഒരു ഗ്യാപ്പ് കിട്ടും എല്ലാവർക്കും. അങ്ങനെയാണ് +2 എക്സാം കഴിയുമ്പോൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു വലിയ ഗ്യാപ്പ് കിട്ടും. ഈ ഗ്യാപ്പിൽ എല്ലാവരും ഓരോരോ ജോലിക്ക് പോയി. കാരണം ആകുള്ളത് എന്താ പറയാ, നമുക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള അത്രയും വരുമാനമൊന്നും വീട്ടുകാരിൽ ഇല്ല. എല്ലാവരും മൂത്ത മക്കളാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ വർക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു നീ എവിടെയായിരുന്നു? ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും കോളേജ് ആസ്വദിച്ചിട്ടില്ല. ഒരു ആസ് ഡേ വന്നാലോ ഒരു സെലിബ്രേഷൻ വന്നാലോ പോലും നമ്മൾ കോളേജിൻ്റെ അകത്ത് എന്തായിട്ടില്ല, സ്പെൻഡ് ചെയ്തിട്ടില്ല. കോളേജിൽ നമുക്കൊരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ ഉണ്ടായിട്ടില്ല. എനിക്കൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1-2 പേര്. ബാക്കി ഫുൾ ടൈം എന്ന് പറയാൻ നമ്മൾ വർക്കിലായിരിക്കും. കാരണം നമ്മളൊരു 3 മണിക്ക് കോളേജ് കഴിഞ്ഞാൽ 3:30 മണി 4 മണിയാകുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറണം. പിന്നെ ഒരു 11 മണി വരെ അതിൻ്റെ ഉള്ളിലുള്ളൊരു ജേണിയാണ്. അപ്പോൾ കോളേജിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തേക്കുന്നത് ശരിക്കും സൂപ്പർ മാർക്കറ്റാണ്. അവിടെ നിന്നാണ് റേസ് എന്ത് ചെയ്യുന്നത്, എൻ്റെ അപ്പൻ്റെ ഗെറ്റ് റേസ് കാണുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ ഞാൻ അടിച്ചു വരുന്നത് വരെ റേസ് കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞങ്ങൾ പെരുന്നാരാവിന് അറിയാലോ, പെരുന്നാരാവിന് നമുക്ക് കറങ്ങാൻ പോകണം. അപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരും ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. അപ്പോൾ ഇവനെ കാണാൻ വേണ്ടി നമ്മൾ പോകും, ഇവനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 12 മണി അടുത്തായിട്ടുണ്ട്. ഫ്രീ ആവും രാത്രി ഫ്രീ ആവില്ല എന്ന് വിചാരിച്ച. പക്ഷെ അപ്പോഴും ഇവൻ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു നീല കളർ ടീഷർട്ടും ഒരു മഞ്ഞ ഇതൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടില് അടിച്ചു വരണമാണ്. അപ്പോഴാണ് കുറച്ച് പെയിൻഫുൾ ആയത്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമില്ല, ഇവനൊരു സ്ഥലത്ത് പോകാനും പറ്റുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും ആലോചിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത്രയും എഫേർട്ട് ഇടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും എന്താ ചെയ്യാം. അറ്റ്ലീസ്റ്റ് പണിയെടുത്താലും കുഴപ്പമില്ല, എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ആർക്കും ഈ ഒരു സ്ഥാപനത്തിലോട്ട് വരുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും റൈസും ഡിഫറെന്റ് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. 1-2 വർക്കല്ല, നമ്മൾ ചെയ്യാത്ത വർക്കുകളില്ല. കാരണം നമുക്ക് കാശ് കിട്ടുന്ന പലതരം വർക്കുകളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഹലാലായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള ഒരു വർക്കിലും പോയിട്ടില്ല. അങ്ങനെ പല വർക്കിലും നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും സ്മാർട്ടപ്പിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മള് ഗപ്പി വിൽക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പേര് അന്ന് വിറ്റേനെ 2 രൂപ 3 രൂപ കിട്ടും. അത് നല്ലതായിരുന്നു. മരം പൊക്കി മാറ്റുക, പിന്നെ ചില കൺസ്ട്രക്ഷൻ വർക്ക്, പിന്നെ സപ്ലൈ, നമ്മൾ കാറ്ററിംഗ് വർക്ക്, അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ രസമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമുക്കൊരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു സംഭവം ചെയ്യും, ഇങ്ങനൊരു സംഭവം ആക്കും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഏതിലാണ് ഏറ്റവും നല്ലത്, നമ്മൾ ഏറ്റവും നല്ലത് ഏതാണ് അതല്ലേ ചെയ്യേണ്ടത്. എല്ലാവരും തെറ്റില്ലാണ്ട് ആ സമയത്ത് പഠിക്കുമായിരുന്നു നല്ലോണം. അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നാട്ടുകാരെ കൊണ്ട് അത്രയും വലുതായിട്ട് പറയിപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചാൽ പിന്നെ എളുപ്പത്തിന് നമുക്ക് എന്ത് ഇതേപോലെ ട്യൂഷൻ സെൻ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും എല്ലാ സമയവും ഉണ്ടാവും. കോളേജിൽ പോവാ, വൈകുന്നേരം വരാ, പിള്ളേരെ പഠിപ്പിക്കുക, ഒരു എന്റർടൈൻമെന്റും ആയിരുന്നു ആ സമയത്ത് നമുക്കത്. പോക്കറ്റ് മണി എന്നുള്ള ഒരു സ്ട്രാറ്റജി. അതായത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണം, എന്നാലും ഭാരപ്പെട്ട വർക്കിലോട്ടും പോകാൻ വേണ്ടി പാടില്ല. കാരണം അക്കാഡമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നിട്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പിന്നെ ചൂടേറിയ ചർച്ചകളാണ്. ചായ കുടിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ചർച്ചാ കേന്ദ്രം മെയിനായിട്ട് റേസിന്റെ വീടാണ്. റേസിന്റെ കൂലായിയാണ് നമ്മുടെ ചർച്ചാ കേന്ദ്രം. ഞാൻ എന്തായാലും അത് കാണിക്കാം, ആ സ്ഥലമൊക്കെ കാണിക്കാം. അപ്പൊ ആ വീട്ടിലെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചായ കുടിക്കുക, ചർച്ച ചെയ്യുക, ആ ഒരു രീതിയായിരുന്നു. എനിക്ക് തോന്നണം അതിൻ്റെ ഇടയിൽ നമ്മൾ കുറെ കാറ്ററിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂക്ലിയസ് മാളിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞിരുന്നത് ഞാൻ ന്യൂക്ലിയസ് മാളിലെ അസിസ്റ്റന്റ് മാനേജറാണെന്നാണ്. അസിസ്റ്റന്റ് മാനേജർ വർക്ക് എന്താന്ന് പറഞ്ഞുതരാം. ആ സമയത്ത് വെക്കേഷൻ ടൈമിൽ നമുക്ക് സിനിമയിലൊക്കെ കാണത്തില്ല, മറ്റേ ടോം ആൻഡ് ജെറിയുടെ ഒക്കെ കോസ്റ്റ്യൂം, ആ പപ്പാനി കോസ്റ്റ്യൂം ഒക്കെ ഇല്ലേ, അത് ഇടാം. എന്നിട്ട് ആളുകൾ കയറി അപ്പൊ നമ്മൾ ഹലോ ഹായ്. പക്ഷെ 250 രൂപ കിട്ടും നമുക്ക് അത് ചെയ്താല്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണി മുതൽ
രാത്രി ഒരു 8 മണി 8:30 മണി വരെ ഇതിന്റെ അകത്തുനിന്ന് പണിയെടുത്ത ഒരു 250 രൂപ കിട്ടും. ആ 250 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ തലയൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്. ഇത്രയും ഉണ്ട്, വലിയ തലയാണ്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാന്ന് വിചാരിക്കും, നല്ല രസമെന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിക്കാൻ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു വർക്കാണ് അത്. അതുകൊണ്ടാണ് അവർ ആ 3.5 മണിക്കൂറിലേക്ക് ആ ജോലിനെ ചുരുക്കിയേക്കുന്നവർ. അതെനിക്ക് വെക്കേഷന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ ജോലി. വെക്കേഷന് പ്രധാനമായിട്ടും ആളുകൾ വരും, അപ്പൊ ആളുകൾക്ക് കൈ കൊടുക്കണം. ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികൾ എടുക്കാൻ തരും, അപ്പൊ അവർ ഫോട്ടോ എടുക്കും. പക്ഷെ നമ്മുടെ ഫേസ് കാണൂല, അതാണ് ഏറ്റവും വലിയ ഗുണം. അതില് ഫേസ് കാണൂല. അപ്പൊ 250 രൂപ. പിന്നെ ആ ജോലി മതിയായില്ല എന്ന് തോന്നിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ആ മാളിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഐസ്ക്രീമിന്റെ ഒരു ചെറിയ ഷോപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ബാസ്കിൻ റോബിൻസോ അങ്ങനെ എന്തോ ഒരു ഐസ്ക്രീമിന്റെ ഷോപ്പാണ്. അപ്പോ ഒരു കോൺ ഐസ്ക്രീം കഴിക്കണം. അപ്പൊ ഞാനും ഇവനും പണി കഴിയാൻ കാത്തിരിക്കണം. നല്ല സ്മെല്ലാണ് അത്. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 2 കോൺ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞു കോൺ ഐസ്ക്രീം ഓർഡർ ചെയ്ത്. നമ്മുടെ ഒരു മൈൻഡിലൊരു കോൺ ഐസ്ക്രീമിന് എത്ര വില ഉണ്ടാവും, അതല്ല നമ്മുടെ ഐഡിയ. കോൺ ഐസ്ക്രീമിന്റെ ബില്ല് വന്നപ്പോ ഏകദേശം 500 രൂപ 2 എണ്ണത്തിന്. അപ്പൊ 5 മണി മുതൽ 8 മണി വരെ നമ്മൾ വർക്ക് ചെയ്ത് അത്രയും എമൗണ്ട് ആണ് 2 ഐസ്ക്രീം കഴിച്ചപ്പോൾ പോയത്. നമ്മൾ ആലോചിച്ച് ഇങ്ങനത്തെ രീതിയിൽ പണിയെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എന്തെങ്കിലുമൊക്കെ ആയാലേ ഗുണമുള്ളൂ. അപ്പൊ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയത് എന്താണോ, ബെറ്റർ എന്താണോ, കുറച്ചുകൂടി എമൗണ്ട് ഉണ്ടാക്കണം എന്താണോ, അതിലേക്ക് കൂടുതൽ എഫേർട്ട് ഇടാന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പെയിൻ മനസ്സിലായില്ലേ, പെയിൻ പോയിന്റ് അത് വേറെ ഒന്നല്ല, നമുക്ക് ഒരുമിച്ച് ഉണ്ടാവുന്നവരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആണല്ലോ, എപ്പോഴും ഒരുമിച്ച് ഒരു ഡേ ഒക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്, അപ്പോൾ അത്യാവശ്യം പോക്കറ്റ് മണി വേണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണം. പക്ഷെ ഭാരിച്ച വർക്ക് ചെയ്യണ്ട എന്നുള്ളതായിരുന്നു. ഭാരിച്ച എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയല്ല, സ്കിൽ ഓറിയന്റഡ് ആയ വർക്ക്. ഇപ്പൊ ഷാനു വർക്ക് ചെയ്തത്, ഞാൻ വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയാൻ നേരത്തെ എനിക്ക് 4 മണി മുതൽ 11 മണി 12 മണി വരെയാണ് എൻ്റെ വർക്കുണ്ട്. ആ ഒരു ടൈമിൻ്റെ അകത്ത് ഭയങ്കര ഹാർഡായിട്ടുള്ള വർക്കാണ്. പക്ഷെ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകാനായിട്ട് എണീക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രയും രീതിയിൽ ഞാൻ ടയർഡായിരിക്കും. അപ്പം എണീക്കുന്ന ഒരു 10 മണി 11 മണിക്കൊക്കെ ആയിരിക്കും എൻ്റെ കോളേജ് അവിടെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു. അതിനേക്കാൾ നല്ല നമ്മൾ സ്കിൽ ഓറിയന്റഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ യെസ്, എനിക്ക് തോന്നണം അങ്ങനെ തീരുമാനിച്ചു. എന്ത് മതി, നമുക്കൊരു ട്യൂഷൻ സെന്റർ മതി. ട്യൂഷൻ സെന്റർ ആവുമ്പോൾ വൈകുന്നേരങ്ങളിലാണ് വർക്ക്. 5 മണിക്ക് തുടങ്ങിയാൽ മതി. നമ്മളെല്ലാവരും കോളേജ് ഫ്രീ ആവും. പിന്നെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകും. പിള്ളേരെ പഠിപ്പിക്കുക സ്കില്ലാണ്, അത് കൂട്ടാൻ പറ്റും. മാത്രമല്ല പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അറിവ് കൂടും, നമ്മുടെ വിവരം കൂടും. അത് നമുക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ കോളേജിലൊക്കെ സെമിനാർ എടുക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ നല്ല റോളായിരുന്നു. കാരണം നമുക്ക് നല്ലോണം സെമിനാർ എടുക്കാൻ പറ്റും, പ്രൊജക്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. കാരണം പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രധാന പരിപാടി. അപ്പൊ അന്ന് ആലോചിച്ചത് അത് നല്ലതായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനം വന്നു, എന്ത് മതി, ട്യൂഷൻ സെന്റർ മതി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ട്യൂഷൻ സെന്റർ അല്ലേ, ഒരു കുട്ടി ജനിക്കണ പോലെയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു കുട്ടി അല്ലേ, ഇപ്പൊ ഈ പഞ്ചപാണ്ഡവന്മാർക്ക് ഒരു ഭാര്യ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാ പാർട്ട്നേഴ്സിനും കൂടി ആയിട്ട് ഒരു കുട്ടി, ആ കുട്ടിയാണ് നമ്മുടെ ട്യൂഷൻ സെന്റർ. അപ്പൊ അതിന് എല്ലാവരും ഒരു കുട്ടി ജനിച്ച ആദ്യം എന്താ ചെയ്യുന്നത്, നല്ല അടിപൊളിയായ ഒരു പേരിടണം അല്ലേ. അപ്പോൾ അടുത്ത ഘട്ടം അതാണ്, എന്തായിരിക്കും പേരിടാം. ആദ്യം പേരിടാനായിട്ട് കുറെ പേര് എഴുതിയേട്ടാ. ഇങ്ങനെ നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്ത് സോർട്ട് ചെയ്ത് കുറെ പേരുകളിലേക്ക് എത്താന്ന് പറഞ്ഞു. കുറെ പേരുകൾ എഴുതി, അത് പറ്റൂല ഇത് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് എക്സലന്റ് ട്യൂഷൻ സെന്റർ, എനിക്ക് ഓർമ്മയില്ല, യൂണിവേഴ്സൽ ബ്രില്യന്റ്, പക്ഷെ എവിടെ ഇല്ലാത്തൊരു പേരായിട്ട് ബ്രില്യന്റ് ട്യൂഷൻ സെന്റർ അങ്ങനെയൊക്കെ ആയി. പിന്നെ എല്ലാവരും പറഞ്ഞ് നമ്മളൊരു പേരിടുന്നുണ്ട്, അത് ഓൾറെഡി വേറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, അപ്പൊ അങ്ങനത്തെ പേരിടണ്ട, അപ്പൊ ആരും കേൾക്കാത്തൊരു പേരിടാം. ആരും കേൾക്കാത്തൊരു പേരെന്ന് പറഞ്ഞിരുന്നു കുറേ ഇരുന്ന്. പിന്നെ സ്മാർട്ട്നെസ് കൊണ്ടുവന്നുണ്ടായിരുന്നു കുട്ടികളിൽ, അക്കാഡമിക്സ് മാത്രമല്ലാതെ കുറച്ചൊരു സ്മാർട്ട്നെസ്. അപ്പൊ ആ ഒരു സ്മാർട്ട് എന്നുള്ളൊരു പേര് തോന്നിയിരുന്നു. പിന്നെ ഒന്നും കൂടിയൊക്കെ ഒന്ന് മെർജ് ചെയ്യാന്ന് വിചാരിച്ച അവസാനം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയോ വായിലറിയാതെ വന്നതാണ് സ്മാർട്ടപ്പ്. ഞാനാ പറഞ്ഞ സ്മാർട്ടപ്പ് ഉത്ഭവങ്ങളെല്ലാം ഇവിടെ ഞാൻ സ്മാർട്ടപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒന്നും അതങ്ങോട്ട് ഇറങ്ങിയില്ല, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു പറഞ്ഞെങ്കിലും ഒരു വാവ് ഫാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല പേരിട്ടപ്പോ. അപ്പോ ധനേശൊക്കെ എന്ന് തോന്നുന്നു കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ പ്രധാന കൺഫ്യൂഷൻ എന്താണെന്നറിയോ, സ്മാർട്ട് അപ്പ്. അപ്പൊ സ്മാർട്ട് അപ്പ് എന്ന് എഴുതുമ്പോ സ്മാർട്ട് UP എന്ന് വായിക്കും.
അപ്പൊ ഹൈസ്കൂളില്ലേ ട്യൂഷൻ ക്ലാസ് UP വരെ ഉള്ളൂ. വായിക്കുന്നില്ല, വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ സ്മാർട്ട് UP വായിക്കോ അല്ലെങ്കിൽ ഹൈസ്കൂളില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ വരാം. പക്ഷെ സ്മാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. സ്മാർട്ടപ്പ് എന്നുള്ള പേര്. അപ്പോൾ അവസാനം എനിക്ക് തോന്നുന്നു വേറെ ഒന്നും അത്രയും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയില്ല. അപ്പൊ ആ ഒരു പേര് സ്ഥിരീകരിച്ച് ഞങ്ങള് എന്തെന്ന് സ്മാർട്ടപ്പ് ട്യൂഷൻ സെന്റർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നണ ഇന്ന് 11 വർഷമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ മുൻനിര മാധ്യമങ്ങളിലൂടെ ചാനലിലൂടെയൊക്കെ നമ്മൾ ഈ പേര് പറയിപ്പിച്ചിട്ടുണ്ട്. അന്ന് വെറുതെ ഒന്നിരുന്ന് സംസാരിച്ചെടുത്തൊരു പേര് ഇന്ന് എല്ലാ മീഡിയയിലും എല്ലാ ചാനലിലും ഒരു വട്ടമെങ്കിലും സ്മാർട്ടപ്പിന്റെ പേര് പറഞ്ഞു. ആ ഒരു രീതിയിലേക്ക് നമ്മൾ സ്മാർട്ടപ്പിന്റെ ജേർണി എത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു പ്രൗഡായിരുന്നു. ഇപ്പോ ആലോചിക്കുമ്പോ അല്ലേ. ഇപ്പോ ഐഡിയ ഉണ്ടായി, ദെൻ അതിനൊരു പേര് വിട്ട്. ഈ 2 കാര്യങ്ങളാണ്. ഫൈനാൻസ്, അത് ഞാൻ പറയാം. പിന്നെ അതേപോലെ തന്നെ പ്ലേസ്, സ്ഥലവും. അപ്പോ സ്ഥലത്തിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോ എത്ര കുട്ടികൾ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷെ സ്ഥലം നമുക്ക് എന്തായാലും ഒരു സ്ഥലം വേണം. ആ ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന ട്യൂഷൻ സെന്ററിന് ഡിമാൻഡ് ഉണ്ടാവണം. അതായത് അവിടെ കുട്ടികൾ ഉണ്ടാവണം. ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആവശ്യമുള്ള ഒരു ഏരിയ ആയിരിക്കണം, ഡിമാൻഡുള്ള ഒരു ഏരിയ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. നമുക്കെപ്പോഴും എല്ലാവരും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തതിനാ അറിയാലോ. ഒന്നില്ലേ മാർക്കറ്റിൽ ഫസ്റ്റ് തന്നെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിഫറെൻ്റ് ആവണം. ഈ 2 കാര്യം മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ഒന്നില്ലേ മാർക്കറ്റിൽ ഫസ്റ്റ് കുറേ പേര് വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവിടെ കിടന്ന് നമുക്കൊന്നും ചെയ്യാനില്ല. അതേസമയം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിഫറെൻ്റ് ആവണം. ഒരു ഡിഫറെൻ്റ് ആയ രീതിയിൽ നമുക്ക് സമീപിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ശ്രദ്ധ കിട്ടും. അപ്പൊ ഈ ഡിഫറെന്റ് രീതി ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ നമുക്കുണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു. അപ്പോ അടുത്ത സ്ഥലം എന്നുള്ളൊരു ഭാഗം സർവേക്ക് ഇറങ്ങി ഞങ്ങൾ. സർവേ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പൊ നമ്മൾ ഇറങ്ങുന്ന പോലെ ഐപാഡൊക്കെ പിടിച്ച് സർവേക്ക് ഇറങ്ങുന്നതല്ല. ചുമ്മാ രാത്രി ഇറങ്ങി ഇങ്ങനെ നടക്കും, എത്ര വീടുണ്ട്, എത്ര പിള്ളേരുണ്ടാവും എന്നുള്ളൊരു ഐഡിയ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏത് പ്രദേശത്ത് എവിടെയായിട്ട് നമ്മുടെ സെന്റർ വന്നാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ പോയി. ഈ ഐഡിയ അതിന്റെ ഇടയിൽ ഒരുപാട് ആളുകളടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിങ്ങനെ പിള്ളേരൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങാൻ പോണേന്ന് വീട്ടിൽ തന്നെ കുറെ പേരെടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഐഡിയ മറ്റുള്ളവരടുത്ത് സംസാരിക്കുന്നത് നല്ലതാണ്, ബ്രീഫ് ചെയ്ത്. കാരണം കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും, ചിലപ്പോൾ കുറച്ച് ഹെൽപ്പ് കിട്ടും. അത് നല്ലതാ. ഉള്ളിൽ തന്നെ വെക്കുന്നതിനേക്കാളും നല്ലതാ അഡ്വൈസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്നെ പറ്റുന്ന ആളുകളുടെ അടുത്തൊക്കെ ഞാൻ പോയി സംസാരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ച് എൻ്റെ മാമാൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. എപ്പോഴും അറിയാലോ, ഫസ്റ്റ് ഹെൽപ്പ് ഏത് ബിസിനസ്സിനും ഫസ്റ്റ് ഹെൽപ്പ് വരാൻ പോകുന്ന ഫാമിലിയിൽ നിന്നായിരിക്കും. ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇവരെല്ലാം ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഇവരുടെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇവരേ ഉള്ളൂ എന്ന് തോന്നണം ആദ്യം നമ്മുടെ ഒരു ഐഡിയ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ മാമാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മാമ പറഞ്ഞാ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഇവിടെ BSS എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അത് സ്ലം സർവീസാണ്. ഓക്കെ, ചേരിയുടെ ഒന്ന് സർവേ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ അവിടെ വന്ന് ചെയ്തു. അപ്പോൾ താരതമ്യേന വലിയ ഫീസൊന്നും വാങ്ങണ്ട, എന്നിട്ട് നിങ്ങൾ അവിടെ ചെയ്തു. അപ്പം നിങ്ങൾക്ക് അവിടുത്തെ റെന്റും അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. റെന്റ് താരതമ്യേന കുറവായിരിക്കും, അല്ലെങ്കിൽ റെന്റ് ഉണ്ടാകൂല, നിങ്ങൾ വന്ന് ചെയ്തോളാൻ പറഞ്ഞു. അത് ഏകദേശം നമ്മളിങ്ങനെ പറയൂലേ, നമ്മളൊന്ന് ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ ആഗ്രഹിക്കുന്നു യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുന്നു എന്നുള്ള രീതിയിൽ ആ പൗലോ കോയിലോടെ ആ കോട്ട് കറക്റ്റായ പോലെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനത്തെ ആളുകളെ കണ്ടു, ലോ ഓഫ് അട്രാക്ഷൻ നടന്നു, ആ ആളുകൾ നമ്മളെ സഹായിക്കുന്നു. പൗലോ കോയിലോടെ ആ ഒരു ഫ്രേസും അവിടെ അടിപൊളിയായി. അപ്പൊ ഇത് കണക്ട് ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്തു, ആ സ്ഥലം പോയി ഒന്ന് വിസിറ്റ് ചെയ്തു. ആ സ്ഥലം കാണണ്ടേ, നമുക്ക് ആ സ്ഥലം കാണാം. അപ്പൊ ആ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ പറ, ഒരു പെർഫെക്റ്റ് സ്ഥലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് ആ സ്ഥലം കാണാം, എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് കാണാം, എന്തുമാത്രം എന്താ പറയാ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കണ്ടറിയണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത, സ്മാർട്ടപ്പിന്റെ വേര് ഉറച്ച, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കുഴിച്ചിട്ട ഒരു ഭാഗം എവിടെ നിന്നാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം കാണാം.